ഹായ് ഹലോ, ഇന്ന് റെഡിയാക്കാൻ പോകുന്ന കൊഞ്ചും മാങ്ങയൊക്കെ ഇട്ടുള്ള ഒരു കറിയാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ മുരിങ്ങക്കോല്, മാങ്ങ, ചക്കക്കുരു, പിന്നെ വെള്ളരിക്ക, അതുപോലെ തന്നെ ആവശ്യത്തിന് കൊഞ്ച്. ഇവ ഇത്രയും കൂടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി എടുത്ത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അപ്പം ദേ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് ടൈമൊക്കെ എടുത്തു. അപ്പോൾ അതൊന്നും വീഡിയോസിലൊന്നും കാണിച്ചിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതേ വെള്ളരിക്കയൊക്കെ എടുത്ത് വെച്ച് അത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആവശ്യാനുസരണം. പിന്നെ ഇതിൽ കൂടുതലുണ്ട് കേട്ടോ, പക്ഷെ ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കുറച്ചൊക്കെ കാണിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് ആദ്യമേ തന്നെ ചക്കക്കുരു മാങ്ങയും കൂടെ മാങ്ങ ലാസ്റ്റാണ് കേട്ടോ ഇടുന്നത്. അതിന് മുമ്പ് ബാക്കിയെല്ലാം ഇട്ട് നമ്മൾ ചെറുകി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുക്കറിൽ അത് അടപ്പടയ്ക്കാതെ വെറുതെ വെച്ചിരിക്കുകയാണ്. അരപ്പ് വേണ്ടത് തേങ്ങയും ചെറിയ കാന്താരിമുളക് ഇവയെല്ലാം കൂടെ അരച്ച് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണത്തിലോട്ടിട്ട്, പിന്നെ കൊഞ്ചാണെങ്കിൽ നന്നായിട്ടൊന്ന് വറുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുത്ത് കറിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ച് ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. കടുക് പൊട്ടിക്കാൻ വേണ്ട ചെറിയ ഉള്ളി, പിന്നെ നല്ല കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളക്. ഇവ ഇത്രയും കൂടെ വെച്ചിട്ടാണ് നമ്മൾ കടുക് പൊട്ടിച്ച് താളിച്ചൊഴിച്ചിട്ടുണ്ട് കറിയുടെ മുകളിലോട്ട്. അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തോളാൻ അമ്മ പറഞ്ഞുകൊണ്ട് നമ്മളതൊക്കെ വീഡിയോസൊക്കെ എടുത്ത് വെച്ച് പിന്നെ അതാണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ടൈമും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഡെക്കറേഷന് വേണ്ടി അമ്മ കുറച്ച് കറിവേപ്പിലയൊക്കെ അതിൻ്റെ മുകളിൽ താളി ഇട്ടിട്ടുണ്ട്. ഇത് അടിപൊളി ഒരു കറിയാണ്. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ ആദ്യമായിട്ട് കൂട്ടുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ ഇട്ട അടിപൊളി ഒരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യണേ. താങ്ക് യു.